ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിച്ചലിച്ചേക്കുന്നത് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ ജാമ്യം നിഷേധിച്ചു. കോടതിയിൽ കൊലപാതകളുടെയും മയക്കുമരുന്നുകളുടെയും മാഫിയകളുടെയും ഇടയിൽ പുള്ളി പേപ്പർ വിരിച്ച് കിടക്കുന്നത് ആഘോഷിക്കുന്ന ഉണ്ടാവും, മാധ്യമ മാമമാരുണ്ടാവും. എന്നാ അറിയോ, അവനെല്ലാം വല്ലവൻ്റെയൊക്കെ കാശ് മേടിച്ച് വിടുപണി ചെയ്യുന്ന മാമമാരാണ്. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ബോബി ചെമ്മണ്ണൂർ ചെയ്തതിനെ ന്യായീകരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചാൽ ഞാനടക്കുന്ന മലയാളി സമൂഹത്തിന്, വിവരവും വിദ്യാഭ്യാസമുള്ള മലയാളി സമൂഹമുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും. കാരണം ഹണി റോസും ബോബി ചെമ്മണ്ണൂരുമായിട്ട് നമ്മൾ അറിയാവുന്നതിൽ കൂടുതൽ അവർ ഭയങ്കരമായ ചക്കരയും പാലും അടയും ചക്കരയും ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ശക്തികളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എന്തു തന്നെയായാലും സമൂഹത്തിൽ ഇത്രയും ഒരു വ്യവസായ പ്രമുഖൻ, അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ സമൂഹത്തിൽ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന ഈ മനുഷ്യന് ജാമ്യം നിഷേധിച്ച, അത് ഏത് കോടതിയായാലും ഏത് രാഷ്ട്രീയത്തിൻ്റെ സപ്പോർട്ടായാലും ഏത് മാധ്യമ മാമകാരുടെ സപ്പോർട്ടായാലും അതിന് ഒരു മലയാളി, സാംസ്കാരിക കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ബോച്ചേ, നിങ്ങൾ തിരിച്ചു വരും മലയാളി സമൂഹത്തിന്. പക്ഷേ ഇത് നിങ്ങൾക്കൊരു താക്കീത്. എന്തിനാ അറിയോ, ഈ കേരളത്തിൽ നിങ്ങൾ ഒരുപാട് പേരുടെ കണ്ണീര് തൊപ്പിയിട്ടും നിങ്ങൾക്കൊരു കോപ്പും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുക. സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം ജീവിക്കുക. കേരളത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെ തെണ്ടി തിന്നും ഇങ്ങനെ നശിച്ച് നാണക്കൽ പിടിച്ചും അവരുടെ ജീവിതം ഇങ്ങനെ പോലീസുകാർ പിടിച്ചും MVD പിടിച്ചും അവർക്ക് വലിച്ചു കൊടുത്തും അവർ തട്ടിമുട്ടി അവരുടെ ജീവൻ തീർക്കാതെ അവർ ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു രീതിയിലേക്ക് അവർ വളരില്ല. അവർ ആ സംസ്കാരത്തിലേക്ക് വരാൻ അവരുടെ ഗവൺമെൻറ് സമ്മതിക്കില്ല. കാരണം ഈ രാഷ്ട്രീയ ഇടത് വലത് ചുവപ്പൻ രാഷ്ട്രീയക്കാരുടെ അടിമകളായിട്ട് ജീവിക്കാനേ അവർക്ക് കഴിയുള്ളൂ. എന്നാലും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് പുറത്ത്, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളെ തൂക്കിക്കൊല്ലാൻ മതിക്കില്ലല്ലോ, കൂടിയാൽ 5 വർഷം. അതേ കൂടുതലൊന്നും ഒരു കോടതിക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പുറത്ത്. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഹണി റോസ് അല്ല, ഇനിയൊരു ആദിവാസീനെ പോലായാലും നിങ്ങളാ പറഞ്ഞ സംഭവം തെറ്റാണെങ്കിൽ കോടതി കേസെടുക്കാം, ശിക്ഷിക്കാം. പക്ഷേ ജാമ്യം നിഷേധിക്കാൻ ഒരു കോടതിക്കും അതിന് അർഹനല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമോ ഒരു കാര്യങ്ങളോ ഉള്ള ഒരാളല്ല. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം എന്നുള്ളത് 100% ശരിയാണ്. ഇവിടെ കോടതി രാജ്യദ്രോഹവും നിയമസഭയുടെ തല്ലിത്തകർക്കലും പൊതുമുതൽ നശിപ്പിക്കലും എന്ന് വേണ്ട, കള്ളന്മാരും കൊള്ളക്കാരുടെ താവളമായ കേരളം വേണ്ട, തീവ്രവാദത്തിൻ്റെ കേരളമായ ഹെഡ് ഓഫീസായ കേരളത്തിൽ ഇത്രയും വിഷയം നടക്കുമ്പോൾ നിങ്ങൾ ദ്വയാർത്ഥം പറഞ്ഞതിന് വേണ്ടി നിങ്ങൾക്ക് ജാമ്യം നിഷേധിച്ചുവെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സംസ്കാരിക കേരളത്തിലെ ഒരു മലയാളികൾക്ക് പറ്റില്ല. ഒരു മലയാള സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ ഒരുപാട്. അങ്ങനെ മോഹൻലാലിൻ്റെ കേസിൽ അടയ്ക്കണ്ടേ? ഒരു തമാശ പറയുമ്പോൾ ആ തമാശയെ തമാശയായി കാണാനും സീരിയസ് ആയി കാണാനും കഴിയാത്ത ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. എന്തായാലും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് ലക്ഷോപലക്ഷം പുറത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിയാൻ വേണ്ടി വന്നാലും ഞങ്ങളെപ്പോലുള്ള പല ആൾക്കാരുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും.